എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് മുരിങ്ങയില വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ മുരിങ്ങയിലക്കറി കഴിക്കുന്ന സമയത്ത് ആ മുരിങ്ങയില എടുത്ത് അതുപോലെ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കും. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ, അവർക്ക് മാറ്റാനും പറ്റില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു തവി തോരമ്പരിപ്പ് എടുത്തിട്ടുണ്ട്, നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം. ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ചേർക്കുക. ഒരു 5-6 എണ്ണം, ചെറുതായത് കാരണം, വലുതാണെങ്കിൽ 2-3 ചേർക്കുക. മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ടുണ്ട്. ഇനി കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും 3-4 വിസിലൊക്കെ വേണ്ടി വരും. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞിട്ടില്ലെന്ന് മാത്രം, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നല്ല 2 പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം കഴുകിയെടുക്കണം, അതോടെ ചേർക്കുക. ഓരോ ഇലയായിട്ടൊന്നും കിള്ളി എടുത്തിട്ടില്ല, അതാ ഇങ്ങനെ ചേർത്താൽ മതിയേ. പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിട്ടുള്ള മുരിങ്ങയില ചേർക്കാൻ നോക്കണം. ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ഏകദേശം ഒരു 1 മിനിറ്റ് നേരത്തേനൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. ഓവറായിട്ട് ഇത് മുരിങ്ങയില കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ വെള്ളമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലവണ്ണം എന്താ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഓഫ് ചെയ്തിട്ട് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചൂട് കെട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. എണ്ണ, വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാവുന്നതാണ്. കുറച്ച് കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി 6-7 ചെറിയ വെളുത്തുള്ളിയാണ്, ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകോടെ ചേർക്കുക. ഇനി ആ വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതിയേ, ഒരുപാട് ഓവറായിട്ട് ബ്രൗൺ ആക്കല്ലേ. ഇതാ ഇത്രയും മതി. ഇനി ഒരു മീഡിയം സൈസ് സവാളയാണ് ചേർക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കാൻ നോക്കണം, പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാളയ്ക്ക് പകരം ചെറുള്ളി ആയാലും ചേർത്താൽ മതി. ഒരു 8-10 ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് 2-3 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പൂടൊന്ന് ചേർക്കാമേ, പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. മൂടി വെച്ച് വേവിച്ചാൽ മതി. ചൂട് കെട്ടിയുള്ള പാത്രമായത് കാരണം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ ഇത് വഴന്നിട്ടുണ്ട്. ഇതാ ഇത്രയും മതി. ഇനി ഇതിൽ തക്കാളി ചേർക്കണം. മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കണം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇതാ ഇതൂടെ ആ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് തക്കാളി ആയാലും വഴന്ന് കിട്ടും. ഒരുപാടൊന്ന് കുഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. തീ കുറച്ചിട്ടുകൊണ്ട് ഇതൊന്ന് മൂടി വെച്ചാൽ മതി. ഈ സമയത്ത് വേറൊരു കാര്യം ചെയ്തെടുക്കാം. ഇതാ മുരിങ്ങയില നല്ലവണ്ണം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കണം. ഈ മുരിങ്ങയില ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലവണ്ണം ചൂടാറിയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര വലിയ ജാറാണെന്നുണ്ടെങ്കിലും മുകളിലോട്ടൊന്ന് തെറിക്കും. അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഒരുപാടൊന്നും ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതാ ഈ സമയം കൊണ്ട് തക്കാളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കുന്ന കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതാ ഇത്രയും ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതിയേ. തീ അങ്ങനെ തന്നെ കുറഞ്ഞിട്ടുകൊണ്ട് 1 സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരളവിന് 1 സ്പൂണാണ് ചേർക്കുന്നത്. ഇനി കായ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം കായപ്പൊടിയോടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ആ ചൂടെണ്ണയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചു വച്ചിരിക്കുന്ന മുരിങ്ങയില പേസ്റ്റ് ചേർക്കാം. ഇനി ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർക്കുകയാണേ. പരിപ്പൊക്കെ ഉള്ളത് കാരണം കുറച്ച് നീട്ടിയെടുക്കുക. ആറിയതിന് ശേഷം കറക്റ്റ് പരുവത്തിലുള്ള കട്ടിയായിട്ട് തന്നെ കിട്ടും. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉപ്പ് ചേർക്കാനുണ്ട്. സവാളയ്ക്കകത്ത് അല്പം ഉപ്പ് ചേർത്തിരുന്നു, ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഒരല്പം പുളിയാണ് ചേർക്കുന്നത്. വാളൻ പുളി പിഴിഞ്ഞതാണ്, ഒരല്പം ചേർത്താൽ മതി. അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുത്തുകൊണ്ട് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളപ്പിക്കണം. ഒരുപാട് നേരം വേണ്ട. ഈ സാമ്പാർ പൊടിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഏകദേശം വെട്ടി തിളച്ചതിന് ശേഷം 30-40 സെക്കൻഡ് മാത്രം മതി. മുരിങ്ങയിലയൊക്കെ നേരത്തെ വെന്തതാണല്ലോ. ഇതാ ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ കറിക്കകത്തുനിന്ന് ഇനി കുട്ടികൾക്കൊന്നും ഇലയൊന്നും നുള്ളി പെറുക്കാനേ കാണത്തില്ല. അവർക്കിതുപോലെ ചെയ്ത് കൊടുത്തു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.